വികാരം പ്രതിപക്ഷത്തിനെതിരാണെന്ന് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചടി നൽകുമ്പോഴാണ് പ്രതിപക്ഷം വോട്ടർ പട്ടികയെ കുറ്റം പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സർദാർ വല്ലഭായ് പട്ടേലിനെ വെട്ടി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായതാണ് രാജ്യത്തെ ആദ്യത്തെ വോട്ട് ചോരിയെന്നും ആഭ്യന്തരമന്ത്രി തുറന്നടിച്ചു. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നടത്തിയത് വോട്ട് ചോരിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കി. അമിത്ഷായുടെ മറുപടി പ്രസംഗം ലോക്സഭയിൽ തുടരുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. जिसमें कोई प्रधानमंत्री जी ही रखते थे, कांग्रेस पार्टी ने ही ये परंपरा बनाई थी, कानून भी कांग्रेस पार्टी ने बनाया था। मगर आज आरोप करना है इसलिए आपने चुनाव चोरी कर लिया, चुनाव चोरी कर लिया, चुनाव चोरी के कहने से कुछ नहीं होता। जनता हमको सुनती है भाई, और हम जवाब भी देते हैं। मान्यवर, ये 50 से लेकर 2023 तक कोई कानून नहीं। बाद में 2023 में एक अनूप बरनवाल बनाम भारत सरकार मुकदमा हुआ, उसमें सुप्रीम कोर्ट ने कहा कि भाई चुनाव आयुक्त की नियुक्ति थोड़ी पारदर्शी होनी चाहिए। सुझावी था, ऑर्डर नहीं था। हमारे सॉलिसिटर जनरल ने वहां कंसेंट दी, तो उन्होंने कहा कि भाई हमें कानून बनाने में थोड़ी देर लगेगी और हमें इस पर कंसल्टेशन भी करना पड़ेगा, चुनाव आयोग से भी करना पड़ेगा। तो उन्होंने कहा ठीक है, अगर आप सहमत हैं, मैं जजमेंट और आर्गुमेंट पढ़कर अगर आप सहमत हैं तो जब तक कानून नहीं बनता, चीफ जस्टिस ऑफ इंडिया की अध्यक्षता में एक कमेटी बने और प्रधानमंत्री और विपक्ष के नेता इसके मेंबर। हमें कोई आपत्ति नहीं थी, हमने हाँ बोला सर, और विपक्ष के नेता भी थे, प्रधानमंत्री थे और सीजे। 2023 में कानून बन गया। कानून क्या बना? विपक्ष के नेता, प्रधानमंत्री तय करेंगे, वो एक मंत्री और स्वयं प्रधानमंत्री, ये तीन लोग बैठकर चर्चा कर कर मेरिट्स में चुनाव आयुक्त और मुख्य चुनाव आयुक्त की नियुक्ति करेंगे। मान्यवर, हमारे टाइम में तो और पारदर्शी, ये कह रहे हैं हमारा तो 33% ही हिस्सा है। भाई 33% तो है ना, हमारा तो हिस्सा ही नहीं था। ജിഷ്ണു, വോട്ട് ചോരി ആരോപണം സ്ഥിരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന രാഹുലിന്റെ മുഖമടച്ചുള്ള മറുപടിയല്ലേ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അമിത്ഷാ കോൺഗ്രസിനും രാഹുലിനും ഒപ്പം മുൻ കോൺഗ്രസ് നേതാക്കൾക്കുമെല്ലാം കനത്ത വിമർശനമാണ് ഈ മറുപടിയിലൂടെ നൽകിയിട്ടുള്ളത്. അതായത് രാജ്യത്ത് ഇതുവരെ 3 വോട്ട് ചോരിയാണ് നടന്നിട്ടുള്ളത്. ആദ്യത്തേത് സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ ആദ്യ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനായി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സർദാർ വല്ലഭായ് പട്ടേലിനെ വെട്ടിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായതാണ് സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ആദ്യത്തെ വോട്ട് ചോരി. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ വോട്ട് ചോരി നടത്തിയെന്ന് കോടതി പോലും കണ്ടെത്തി. ഇന്ത്യൻ പൗരത്വം നേടും മുൻപ് വോട്ടർ പട്ടികയിൽ ഇടം നേടിക്കൊണ്ട് സോണിയാഗാന്ധി വോട്ട് ചോരി നടത്തി. ഈ 3 വോട്ട് ചോരികളാണ് ഭാരതത്തിൽ നടന്നിട്ടുള്ളത് എന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർത്തവ്യമാണ് വോട്ടർ പട്ടിക പരിഷ്കരണം. അത് ആദ്യമായി നരേന്ദ്രമോദി സർക്കാർ തുടങ്ങിയതല്ല. മുൻപ് കോൺഗ്രസ് സർക്കാരിന്റെ കാലം തൊട്ട് തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടന അനുസരിച്ച് സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺഗ്രസ് കുറ്റം പറഞ്ഞു തുടങ്ങിയത് 2014 മുതൽ തോൽവികളുടെ പരമ്പരകൾ ആരംഭിച്ചപ്പോഴാണ് കോൺഗ്രസ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടർ പട്ടികയെയും വോട്ടിംഗ് മെഷീനെയും എല്ലാം കുറ്റം പറഞ്ഞു തുടങ്ങിയത്. ആദ്യം വോട്ടിംഗ് മെഷീനെയായിരുന്നു കുറ്റം പറഞ്ഞത്. എന്നാൽ വോട്ടിംഗ് മെഷീൻ കണ്ടെത്തിയത് അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ അല്ല. അതിനു മുൻപ് കോൺഗ്രസ് സർക്കാർ രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഈ വോട്ടിംഗ് മെഷീനുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. അത് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണമെന്ന് തുടങ്ങി. കോൺഗ്രസിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് രൂക്ഷമായ വിമർശനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉയർത്തിയതോടെ രാഹുലും KC വേണുഗോപാലും ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിൽ അംഗങ്ങൾ ബഹളം വെച്ചു. എന്നാൽ താൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നത് താനാണത് പ്രതിപക്ഷം നിർദ്ദേശിക്കേണ്ടതില്ല എന്നും തനിക്ക് പറയാനുള്ളത് പറയും എന്നുള്ളതുമാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ നിലവിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോൾ വോട്ടർ പട്ടികയിലെ വയസ്സുൾപ്പെടെ ചില ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാട്ടി രാജ്യത്തെ യഥാർത്ഥ വോട്ടർമാരെ അപമാനിക്കുകയാണ് രാഹുൽ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ വോട്ടവകാശം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കേണ്ടത് ഭാരതത്തിന്റെ പൗരന്മാരാണ്.
അനധികൃത കുടിയേറ്റക്കാർക്ക് വോട്ടവകാശം നൽകില്ല എന്നുള്ളത് പ്രഖ്യാപനമാണെന്നും അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. യെസ്, ജനവികാരം പ്രതിപക്ഷത്തിനെതിരാണെന്ന് ലോക്സഭയിൽ അമിത്ഷാ. തെരഞ്ഞെടുപ്പ് ജനങ്ങൾ തിരിച്ചടി നൽകുമ്പോഴാണ് പ്രതിപക്ഷം വോട്ടർ പട്ടികയെ കുറ്റം പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സർദാർ വല്ലഭ്ഭായ് പട്ടേലിനെ വെട്ടി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായതാണ് രാജ്യത്തെ ആദ്യത്തെ വോട്ട് ചോരിയെന്നും ആഭ്യന്തരമന്ത്രി തുറന്നടിച്ചു. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നടത്തിയത് വോട്ട് ചോരിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അമിത്ഷായുടെ മറുപടി ഇപ്പോഴും ലോക്സഭയിൽ തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.